ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന അവസ്ഥയിലെത്തിയിട്ട് നാളുകളായി. BJPയുടെ പവർ മണി പൊളിറ്റിക്സിന് മുൻപിൽ പത്തി മടക്കുകയല്ല, മുട്ടിലിഴയേണ്ട ഗതികേടിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യ എന്നാൽ കോൺഗ്രസ്, കോൺഗ്രസ് എന്നാൽ ഇന്ത്യ എന്ന് കരുതിയെടുത്ത് നിന്നാണ് നിലവിൽ 3 സംസ്ഥാനം ഭരിക്കുന്ന കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് തരം താണിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ്, തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളാണ് കോൺഗ്രസിന്റെ കയ്യിൽ നിലവിലുണ്ടായിരുന്നത്. അതിലിപ്പോൾ ഹിമാചൽ പ്രദേശ് കൈവിട്ടു പോയിരിക്കുന്നു. ഒരു വർഷം ഭരിച്ചപ്പോഴേക്കും കോൺഗ്രസ് MLA-മാരെ BJP റാഞ്ചിക്കൊണ്ടുപോയെന്ന് വേണം പറയാൻ. മന്ത്രമോ മായമോ ഏതാണെന്നറിയില്ല. എത്ര കാത്തു സൂക്ഷിച്ചിട്ടും കണ്ണിൻ മണിയായി കരുതിയിട്ടും കോൺഗ്രസിന്റെ കസ്തൂരി മാമ്പഴം BJP കൊത്തിപ്പറക്കുകയാണ്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഹിമാചൽ പ്രദേശിൽ നടന്നു കഴിഞ്ഞത്. കോൺഗ്രസ് ഭരിക്കുന്ന അവർക്ക് ഭൂരിപക്ഷമുള്ള ഹിമാചലിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കണമല്ലോ. അതാണല്ലോ ജനാധിപത്യം, ഭൂരിപക്ഷത്തിന്റെ വിധി. പക്ഷെ നടന്നത് നേരെ തിരിച്ചാണ്. 68 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 40 MLA-മാരുണ്ടായിരുന്നിട്ടും BJP നടത്തിയ നിർണായക കരുനീക്കം കോൺഗ്രസിനും സംസ്ഥാനത്തെ സർക്കാരിനും തിരിച്ചടിയായി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ ഏക രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഗ് തോറ്റു. ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഉടൻ തന്നെ കോൺഗ്രസിന്റെ സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിനെ അട്ടിമറിച്ച് BJP ഹിമാചൽ ഭരണം കൈയാളുമെന്നുറപ്പായി. ഉടൻ തന്നെ സുഖു സർക്കാരിനെതിരെ BJP അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഇതിനായി BJP നേതാക്കൾ ഇന്ന് രാവിലെ ഗവർണറെ കണ്ടു. മുതിർന്ന BJP നേതാവും പ്രതിപക്ഷ നേതാവുമായ ജയറാം ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംസ്ഥാനത്ത് BJP സർക്കാർ രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഹിമാചലിലേത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല. അതായത് മധ്യപ്രദേശിലും കർണാടകയിലും കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്ത ഓപ്പറേഷൻ താമര ഹിമാചൽ പ്രദേശിലും ഇറക്കി വിജയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഹിമാചലിൽ എങ്ങനെയാണ് കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി ഹർഷ് മഹാജൻ വിജയിച്ചത്? സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷത്തിന് 35 വോട്ടാണ് വേണ്ടത്. 6 കോൺഗ്രസ് MLA-മാർ വിപ്പ് ലംഘിച്ച് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. 3 സ്വതന്ത്ര MLA-മാരും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 34 വോട്ടുകൾ വീതം ഇരു പാർട്ടിക്കും ലഭിച്ചു. തുല്യ വോട്ട് വന്നതിനെ തുടർന്ന് നറുക്കെടുത്ത് വിജയിയെ തീരുമാനിക്കുകയായിരുന്നു. പാവം മനു അഭിഷേക് സിംഗ്വി. ഇന്നലെ പാതിരാത്രി വരെ മനുവിനൊപ്പമിരുന്ന് തന്ത്രങ്ങൾ ആലോചിച്ച് ഭക്ഷണം പങ്കിട്ട് കഴിച്ചവരാണ് പിന്നിൽ നിന്ന് കുത്തിയത്. സർക്കാരിന്റെ അടിവേര് തോണ്ടുന്ന തന്ത്രങ്ങൾ BJP മെനഞ്ഞിട്ടും അത് നടപ്പാക്കിയപ്പോൾ മാത്രമാണ് പാവം കോൺഗ്രസുകാരിത് അറിഞ്ഞുള്ളൂ. ഇപ്പോൾ പിന്നെ വിമത MLA-മാരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി സംസ്ഥാനം കയ്യിൽ നിർത്താനാണ് ശ്രമം. മുതിർന്ന നേതാക്കളായ DK ശിവകുമാറും ഭൂപീന്ദർ സിംഗ് ഹൂഡയും 26 വിമത MLA-മാരുമായി ചർച്ച നടത്തുകയാണ്. പക്ഷേ BJP വിരിച്ച വല പൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നേയില്ല. ഹിമാചലിൽ വിജയിക്കാൻ മതിയായ MLA-മാരില്ലെങ്കിലും ഹർഷ് മഹാജനെ BJP സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയപ്പോഴേ ചതി മണക്കണമായിരുന്നു. കഴിഞ്ഞില്ല. ഇതോടെ കയ്യിലിരുന്ന 3 സംസ്ഥാനങ്ങളിൽ ഹിമാചലും കോൺഗ്രസിന്റെ കൈവിട്ടുപോയി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോദിയുടെ സ്വപ്നത്തിലേക്ക് ഇനി എത്ര ദൂരമെന്നേ ചോദിക്കാനുള്ളൂ.